ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അതായത് എൻ്റെ ഒരു ചെറിയൊരു ട്രോപ്പിക്കൽ ഏരിയ ഗാർഡൻ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഒരു ഏരിയ. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പേസ് ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വീടിന് സൈഡിനോട് ചേർന്നിട്ട് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 2 മീറ്റർ മാത്രമേ വീതിയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സ്പേസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ അധികം പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തൊക്കെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ മതിലിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട്, ഇതൊരു ഗ്രാനൈറ്റിൻ്റെ പീസാണേ, അതിലാണ് ഞാൻ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഗേറ്റ് ഇങ്ങോട്ടേക്ക് ഓപ്പൺ ആകുമ്പോൾ ഇതിൽ തട്ടാത്ത രീതിയിലുള്ള ചെടിച്ചട്ടികളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എനിക്ക് അങ്ങനെയാണ് സ്പേസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇത് മോൺസ്റ്റർ ആൽബോയുടെ ഫുൾ മൂണാണേ. ഇപ്പോൾ വന്നൊരില ഫുൾ മൂണാണ്. ഫുൾ മൂൺ അത്ര ഹെൽത്തി അല്ല, ഈ ലീഫ് പെട്ടെന്ന് ഡാമേജ് ആയിട്ട് പോകാൻ സാധ്യതയുള്ളതാണ്. ഇതുപോലെയാണെങ്കിൽ ലീഫ് ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ. അടുത്തത് ഫോളിയേജ് പ്ലാന്റ്സിൻ്റെ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ സ്റ്റാൻഡ് ഇതുപോലെ തന്നെ സ്റ്റാൻഡ് അടിച്ചതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് അടിച്ചിട്ട് ഫോളിയേജ് പ്ലാന്റ്സ് ആന്തൂറിയംസ് ആണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലും ഒരു വരി സ്റ്റാൻഡിൽ ഞാൻ കുറച്ച് ഫിലോഡെൻഡ്രോൺസും ബോൺസായിയും ഹൊമലോമിനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഒരു കോർണറാണ് ആ ഒരു ഫോളിയേജ് പ്ലാന്റ്സിൻ്റെ. ഹൊമലോമിന അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ, മുകളിൽ വെച്ചിരിക്കുവാണ്. പിന്നെ ഞാൻ നമ്മുടെ ഒരു നിയോൺ ഫോണാണ്, വലിയ ഫോണായി, അത് റിപ്പോർട്ട് ചെയ്യാൻ സമയമായി, അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് കാണുന്നവർ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇവിടെ ഞാൻ ഒരു തടിയിലാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ബ്രോമിലിയാഡ് വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 എണ്ണമൊക്കെ കേട് വന്ന് പോയി, പക്ഷേ അതെ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പിക്ചർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു പിക്ചർ പ്ലാന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഹാങ് ചെയ്തിട്ടതാണ്. ഇനി ഇവിടെ കുറേ അധികം സെറ്റിങ്സ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് പിക്ചറാണ്, റീപ്പോർട്ട് ചെയ്യണം. കൊണ്ടുവന്ന് ഞാൻ ഉടനെ തന്നെ റീപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് FPC ആണ്. FPC ഞാനിപ്പോൾ അടുത്തിടയ്ക്കാണ് കളക്ഷൻ തുടങ്ങിയത്. FPCയുടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ്. പിന്നെ വേണ്ട ഇത് FPCയുടെ വേറൊരു വെറൈറ്റിയാണ്, അതും നല്ല ഭംഗിയുണ്ട്. ഞാൻ ആ ചെറിയൊരു പീസ്, ഇതുപോലെ ഒരു പീസ് ഞാൻ ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഇത് ഒരു കിളിക്കൂട് കേട്ടോ. ഞാൻ നമ്മുടെ ഈ പെറ്റ്സിൻ്റെയൊക്കെ ഷോപ്പിലൊക്കെ കിട്ടും, അങ്ങനെ ഒരെണ്ണം വാങ്ങിയതാണ്. ഇപ്പോഴാണേ കണ്ടത് ഇത് വാൻഡയാണ്. വാൻഡയിൽ അടുത്ത ലീഫ് വരുന്നുണ്ട്. ലീഫിൻ്റെ കൂടെ തന്നെ അടുത്ത ബഡും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ ക്യാമറ അവിടം വരെ എത്തിക്കാൻ പറ്റില്ല. പിന്നെ എയർ പ്ലാന്റ് കേട്ടോ. അത്യാവശ്യം എല്ലാ വെറൈറ്റീസും ഞാൻ എൻ്റെ ഗാർഡനിൽ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവറിങ് ആന്തൂറിയൻസ് ആണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഫോളിയേജ് പ്ലാന്റ്സ്, അതായത് ഫിലോഡെൻഡ്രോൺസ്, അലോക്കേഷ്യ, അതുപോലെ തന്നെ നമ്മുടെ ഫോളിയേജ് ആന്തൂറിയം പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു ആദ്യം കംപ്ലീറ്റും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 6 to 7 months ആയിട്ടുള്ളൂ ഞാൻ നമ്മുടെ ഫ്ലവറിങ് ആന്തൂറിയം പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇത് നല്ല തണൽ വേണ്ട പ്ലാന്റ് ആണ് ആന്തൂറിയം ഫ്ലവറിങ് പ്ലാന്റ്സ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഞാൻ സെയിലും ചെയ്യുന്നുണ്ട് ഓൺലൈൻ വഴി. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഒരു ഗ്രീൻ പ്ലസ് റെഡ് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിലൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഫ്ലവേഴ്സ് ഉള്ളത്, നമുക്ക് വെയിലടിക്കുന്നതാണ് കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ്. പക്ഷേ ആന്തൂറിയംസിന് നല്ല തണലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ ട്രോപ്പിക്കൽ ഗാർഡൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ആന്തൂറിയം പ്ലാന്റ്സ്. ഇതൊരു കളറാണ്. പിന്നെ വൈറ്റ് ഉണ്ട്. ഒരുപാട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 1 month ഗ്യാപ്പ് വന്നു. വീണ്ടും ഞാൻ കുറേ അധികം പ്ലാന്റ്സ് റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ തൊട്ട് താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇനി ബാക്കി ഞാനെല്ലാം കാണിച്ചു തരാം.
ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ പല രീതിയിലൊക്കെ എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം ഷോർട്സാണ് വീഡിയോസ് വരുന്നത് യൂട്യൂബ് ചാനലിൽ. അതുപോലെ സെറ്റ് ചെയ്തൊരു ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് ഞാൻ ആ തടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴേ ഉണ്ടായിരുന്ന ഫ്ലവറാണ് ഇത്. അത് കഴിഞ്ഞതേ ഇതും എൻ്റെ ഒരു ചെറിയ കലാപരിപാടിയാണ് കേട്ടോ. ഈ കാണുന്ന ഇതൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതുകൂടി ഒന്ന് കയറി കണ്ടു നോക്കുക. അടുത്തത് മോൺസ്റ്ററ ഡെലീസിയോസയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പപ്പയാണ് റീപ്പോർട്ട് ചെയ്ത് തന്നത്. റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുതിയ ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഓപ്പൺ ആവണം. ഇത് എലി കടിച്ച് പോയതാണ്, എലി കട്ട് ചെയ്ത് പോയതാണ്. ഇതിപ്പോൾ അത്യാവശ്യം എൻ്റെ കയ്യിൽ വന്നിട്ട് 4 കൊല്ലം ആവുന്നു, 4 കൊല്ലത്തോളം ആവുന്നു. ഞാൻ ചട്ടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചെറിയ തൈകളും നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെയും മതിലിൻ്റെയും സൈഡിനുള്ള പോർഷനിലാണ് ഞാൻ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് കാണാം. ഇവിടെ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഞാൻ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പറ്റുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗ്രില്ലിൻ്റെ കമ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് വെർട്ടിക്കൽ പോട്ട്സൊക്കെ വെച്ചിട്ട് കുറേ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതൊന്ന് റീസെറ്റ് ചെയ്യണം. കാരണം ബ്രോമിലിയാഡ്സ് ഞാനൊരു ഷീമക്കൊന്നയുടെ കമ്പിൽ വെച്ചതായിരുന്നു. അത് പക്ഷേ ഉണങ്ങി അത് ഒടിഞ്ഞിരിക്കുവാണ്. അതിനെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കണം. ഇത് അരൈക്കാപ്പാമാണ്. റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് സെറ്റാവാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഇലയെല്ലാം ഒന്ന് കെട്ടി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കമ്പി ഹാങ് ചെയ്തിട്ടാണ് കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ്. നമ്മുടെ ബേർലി മാക്സ് മൈക്കൻസ് ആണ്. ഇത് ഫിലോഡെൻഡ്രോൺ മൈക്കൻസ് ആണ്. ഇത് ഒരു പേര് പെട്ടെന്ന് മറന്നുപോയി കേട്ടോ. എന്തായാലും ഞാനത് പറയുന്നതായിരിക്കും. ഇത് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞ ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഇൻഡോർ ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വളർന്നു പോയപ്പോൾ ഞാൻ കരുതിയെടുത്ത് ഹാങ്ങിങ് ആയിട്ട് ഇടാമെന്നുള്ളത്. ഇത് പെഡിലാന്തസിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ. കേളിയാണ്. ഇവിടെയും ഞാനൊരു എപ്പീസിയ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇത് ഒരു ദിവസം പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന മണി പ്ലാന്റ് ആണ്. കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ പിങ്ക് പ്രിൻസസ് ആണേ. അപ്പോൾ അത് അങ്ങനെ ഒരു പോർഷൻ നമ്മൾ ഹാങ്ങിങ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഈ അറ്റത്തുനിന്ന് ആ അറ്റം വരെ ചെടികളിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിന് കൊയർസ്റ്റിക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സമ്മർ ഗ്ലോറി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഇതിൻ്റെ പുതിയ ലീഫ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും കേട്ടോ. പിന്നെ അത് ഗ്രാജുവലി നല്ല ഡാർക്ക് ഷെയ്ഡ് വിത്ത് ആ ഒരു പ്രോമിനൻറ്റ് വെയിൻസ് ഉണ്ടായിരിക്കും. ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത ഇതാണ്. നല്ല ഒരു പ്രോമിനൻറ്റ് വെയിൻസ് ഉണ്ടായിരിക്കും ഈ പ്ലാന്റിന്. പിന്നെ ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആന്തൂറിയമാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും പേജുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫ്ലവറിങ് ആന്തൂറിയമാണ്. നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്ന റെഡ് വെറൈറ്റി ഉണ്ടല്ലോ, വലിയ ഫ്ലവർ വരുന്നത്, ആ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൂടുതലും ഫിലോഡെൻഡ്രോൺസ് ആണ് ഞാൻ താഴെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ഫിലോഡെൻഡ്രോൺ ബ്ലിസാർഡാണ് കേട്ടോ. വെരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇപ്പോൾ പുതിയ വന്ന ലീഫാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ബേർലി മാക്സ് ആണ് കേട്ടോ. വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിലോഡെൻഡ്രോൺ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ഭംഗിയാണ്. ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ. ഇത് നമ്മുടെ പാച്ചുറയാണ്. പിന്നെ അവിടെ 2-3 പ്ലാന്റ്സ് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ ഹാങ്ങിങ്ങിലാണ് കുറച്ച് പ്ലാന്റ്സ്. ഇത് ഞാനിപ്പോൾ കുറച്ച് പെഡിലാന്തസ് കേളി വൈറ്റ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സൈഡ് ഫുള്ള്. പിന്നെ ഇവിടെ വെർട്ടിക്കലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വെർട്ടിക്കലി ഒരു മെഷ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കുറേ പ്ലാന്റ്സ് അതിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയും സ്റ്റാൻഡ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. കുറേ കാര്യങ്ങളും കൂടെ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. റീസെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കൊണ്ടുവന്ന മണി പ്ലാന്റിൻ്റെ ബാക്കിയാണ്. ഇങ്ങനെ ബുഷിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രേ പോലൊരു സംഭവമാണ് അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ.
പിന്നെ ഇത് ബേർലി മാക്സിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. എങ്ങനെയോ എൻ്റെ കയ്യിൽ വന്നതാണ്, പക്ഷേ നല്ല ഭംഗിയാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇല. പിന്നെ നമ്മുടെ സ്റ്റാക്ക് ഹോൺ ഫേണാണ്. പിന്നെ ഈ ഒരു റോയിലും ഞാൻ ഫോളിയേജ് ആന്തൂറിയംസ് കുറേയധികം വെച്ചിട്ടുണ്ട്. എൻ്റെ തൊട്ട് താഴെ ഞാൻ ഇങ്ങനെ ഹാങ്ങിങ് ചട്ടി ഇങ്ങനെ ജസ്റ്റ് കയറുകൊണ്ട് കെട്ടിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ അവിടെയും ഇത് വെരിഗേറ്റഡ് ബേർലി മാക്സ് ആണേ. അതിൻ്റെ തൊട്ട് താഴത്തെ റോയിലും ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു അറേക്ക പാമാണേ വെച്ചിട്ടുള്ളത്, ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. പിന്നെ മുകളിൽ ഇങ്ങനെ കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട്. മണി പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഫിഷ് പോണ്ടിൻ്റെ പണി ഇനിയും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. കോയി ഫിഷിനെയാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. അത് എൻ്റെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ബ്ലാക്കി എന്ത് ചെയ്യുക ഇവിടെ? ചെടിച്ചട്ടിയൊക്കെ മറിച്ചിടും ബ്ലാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫിഷ് പോണ്ട്. ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫിഷ് പോണ്ടിൻ്റെ ഒരു മുകളിലത്തെ റോയിൽ ഞാൻ വെച്ചിട്ടുള്ളത് പരേസോ വെർദേ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. പിന്നെ സമ്മർ ഗ്ലോറിയുടെ ഒരു പ്ലാന്റാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഈ ഫിഷ് പോണ്ടിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഞാൻ തനിയെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ അടിയിലൂടെ ഓസ് മുകളിലേക്ക് കൊടുത്തിട്ടാണ് ഇതിനുള്ളിലൂടെ വെള്ളം വരുന്നത് കേട്ടോ. ഇതിൻ്റെ സൈഡിനൊക്കെ കുറച്ച് അല്ലറ ചില്ലറ ചെടികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്ന ആന്തൂറിയവും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ലിവർ റെഡ് നിറത്തിലുള്ള നിറയെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. പിന്നെ ഇതിനകത്താണ് കോയിക്കാർപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ ബ്ലാക്കി മിക്കപ്പോഴും ഒക്കെ ഇതിനകത്തുനിന്ന് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ കിച്ചണിൽ നിന്നൊരു കോഫി അല്ലെങ്കിൽ ചായയൊക്കെ എടുത്തിട്ട് നേരെ ഫിഷ് പോണ്ടിൻ്റെ അടുത്തേക്കാണ് വരിക. ഇതിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇരുന്നവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കും. നമ്മൾ ഫീഡ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് തോന്നുന്നു ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് പേരുടെയും വീട്ടിൽ ഒരു ഫിഷ് പോണ്ട് അല്ലെങ്കിൽ ഒരു അക്വേറിയം ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മുടെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിൻ്റെ വീഡിയോ ഞാനത് സെപ്പറേറ്റ് ചെയ്യാം. അക്വേറിയം മൊത്തം ഞാൻ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഫുള്ളി ട്രോപ്പിക്കലായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റൈലായിട്ടൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു ട്രോപ്പിക്കൽ ഏരിയ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.